ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മോഹൻലാൽ ശോഭന കോംബോയിൽ നമ്മുടെ തിയേറ്ററുകളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഈ ഒരു തുടരും സിനിമ എൻ്റേതാണ്, ഇത് അടിച്ചു മാറ്റിയതാണ്, ഇത് ഞാൻ എഴുതിയ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധായകൻ FBയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയ തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. AP നന്ദകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്ത് നോക്കുന്ന സമയത്ത് കമ്മോൺട്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ സിനിമകൾ കിടക്കുന്നു. അല്ല, അപ്പുറത്തേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് നോക്കിയ സമയത്ത് ഒരെണ്ണം മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൽ മൊത്തം തെറികളാണ് കേൾക്കാൻ പറ്റുന്നത്, അതായത് കമൻറ്റ് ബോക്സിലെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനിത് 2000 എഴുതാൻ തുടങ്ങിയ 2000 വർഷത്തിൽ എഴുതാൻ തുടങ്ങിയ കഥയാണ്. ഇത് രാമേട്ടൻ്റെ കഥയാണ്. രാമൻ എന്നാണ് അദ്ദേഹത്തിന് ഞാൻ പേരിട്ടത്. ഇതിൻ്റെ വില്ലൻ കഥാപാത്രമായ ജോർജ് എന്ന കഥാപാത്രത്തിന് ഞാൻ ജോൺ എന്നായിരുന്നു പേര് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതെന്ന് പറയുന്നത്. അതായത് അദ്ദേഹം നാടക ട്രൂപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് 2016-ലും 2013-ലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഈ സിനിമ ആക്കാവുന്ന തരത്തിലൊക്കെ ആലോചന പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാറി. അത് മാത്രമല്ല, അന്ന് 2013-16 കാലഘട്ടത്തിൽ എന്തോ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ ഉണ്ടായിരുന്ന സ്റ്റെബിൻ എന്നാണെന്ന് തോന്നുന്നു, ആ ഒരു പുള്ളി ഈ ഒരു സിനിമ കണ്ട സമയത്ത് തുടരും സിനിമയുടെ പാട്ടിനിടയിൽ ഒരു സീനിൽ എന്തോ കാണാനും ഇടയായി. അതാണ് സംശയത്തിന് ഉത്ഭവം എന്നുള്ള രീതിക്കൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിലെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം സത്യത്തിൽ കഥ ഞാൻ ഒരാൾക്ക് പറഞ്ഞിരുന്നു. ആ കഥ പറഞ്ഞതിൽ ഒരാളെന്ന് പറയുന്നത് ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മകനും ഒരു തരത്തിൽ പ്രത്യേകിച്ച് ഒരു റോൾ ഇല്ലാത്ത തരത്തിൽ എന്തോ ഒരു വേഷത്തിൽ ഈ ഒരു സിനിമയിൽ ആവശ്യമില്ലാത്ത തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ സംശയം ഇരട്ടിയാക്കിയത് എന്നൊക്കെയാണ് ഈ സംവിധായകൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഇപ്പോൾ കഥ പറഞ്ഞ രണ്ടുപേരും ഇതിൽ ബന്ധപ്പെട്ടു. ഞാൻ ഈ കഥ പറഞ്ഞ ഇനി ബാലയോട് ഇപ്പോൾ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടില്ല, ഈ കഥ എഴുതിയതിൻ്റെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാനിത് 2000 എഴുതി തുടങ്ങിയതാണ്. ഇതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇതിൻ്റെ കഥാകൃത്ത് പറഞ്ഞിട്ടുള്ള സുനിൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം 2013 എന്തോ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ കാണാനിടയായതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തിയതെന്നാണ്. അതിനേക്കാൾ എത്രയോ മുമ്പേ ഞാൻ ഈ കഥ എഴുതി തുടങ്ങിയിരുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര വിശാലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് സാറിന് അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടി. പക്ഷെ അവരൊന്നും ഫോൺ എടുത്തില്ല. മോഹൻലാൽ, ഇതിൻ്റെ നടനായ മോഹൻലാലിനും പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്കും ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തിക്ക് ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള അല്ലെങ്കിൽ കഥയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിട്ടുള്ള സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്കും ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള എഴുത്തും ബാക്കി കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ഇത് ആർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ എനിക്കിത് FB വഴി എൻ്റെ കഥ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിനിമ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് അല്ലെങ്കിൽ അത് ഇടാത്തത് എന്ന രീതിക്കൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു പോസ്റ്റ് നീളത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിന് ഇടാൻ പറ്റാത്തതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പുതിയതായിട്ട് ഇറങ്ങുന്ന ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വൈറലാകലാണോ ഈ സംഭവം എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു സംഭവത്തിനകത്ത് ഈ ഒരു കഥ 2000 ഇത്രയും നല്ലൊരു ഒരു കാരണം അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ഒരു ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കഥ ആരംഭിക്കുന്നത് മുതൽ എൻ്റെ കഥയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എൻ്റെ കഥ എന്ന രീതിക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്രയും നല്ലൊരു കഥ വെച്ചിട്ട് ഈ 25 വർഷമൊക്കെ വെറുതെ ഇരുന്ന അണ്ണൻ സത്യത്തിൽ ഈ സിനിമ ചെയ്യാത്തത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. അന്ന് നല്ലൊരു ടീമിൻ്റെ കയ്യിൽ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ട് അത് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ത്രെഡ് വെച്ചിട്ട് ചെയ്യാതെ ഇത്രയും വെളിയിലോട്ട് നോക്കി ഇരുന്നെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നെ തോന്നിപ്പോയൊരു കാര്യം, ഈ ഒരു വാർത്തയെ കണ്ടതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പം വരുന്ന വാർത്തകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാവുന്ന കാര്യമാണ്, നടി ചിപ്പിയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ കഥയുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ അതുകൂടി ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സുനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ എഴുതപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള തരത്തിലാണ്. ഇതിൽ തിരക്കഥയുമായി ബന്ധപ്പെട്ട് തരുൺ മൂർത്തിയും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഥ വിപുലീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള രീതി മാത്രമാണ് ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കഥാപാത്രത്തെ മെനഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് പറഞ്ഞത് അതൊരു സ്റ്റണ്ട് മാസ്റ്റർ എന്ന തരത്തിലും കൂടെ ടച്ച് ചെയ്യണം എന്നുള്ള രീതിക്കൊരു സജഷൻ വെച്ചത് മോഹൻലാലാണ്. അതിനനുസരിച്ചാണ് ഈ കഥ പിന്നീട് വളർന്നു വന്നത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം ഇതിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വായിക്കാനിടയായി. ഒരു പക്ഷേ മേ ബി ഇങ്ങനൊരു വാർത്ത വരുന്നത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ കൂടുതൽ വിശദീകരണം അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്
അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് പോലെ ഇവിടെ ഒരു നിയമമുണ്ട്. അദ്ദേഹം പറയപ്പെടുന്നത്, അതായത് പി നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് പാവങ്ങളുടെ കഴിവിനെ എടുത്ത് വിനിയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു നീതിപീഠമുണ്ട്, ഒരു നിയമമുണ്ട്. ഇവിടെ പാവങ്ങളായാലും പണക്കാർക്കായാലും തുല്യ നീതിയാണ് നമ്മുടെ ഈ പറയുന്ന നിയമം കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം തെളിവുകളുണ്ടായിരുന്നു. നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ എപ്പോഴും തെളിവിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. തെളിവിൻ്റെ ഈ പറയുന്ന അസാന്നിധ്യത്തിൽ മാത്രമാണ് പലപ്പോഴും ഏതെങ്കിലും ഒരു അവസരത്തിലെങ്കിലും ഈ പറയുന്ന നിരപരാധി കുറ്റവാളിയാക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു നീതി നിഷേധിക്കപ്പെടില്ല. നമ്മുടെ കോടതി അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എഴുതിയ അതിൻ്റെ ബാക്കി ഈ പ്രിൻസും ബാക്കി കാര്യങ്ങളും അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്രയും തെളിവ് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് സിനിമയുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കുമെന്ന് പറയാതെ പറയുകയും അല്ലാതെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂ കണ്ട സമയത്തും എവിടേക്കോ എന്തൊക്കെയോ അപാകത പോലെ തോന്നിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ആരെയും ഈ പറയുന്ന കണക്ക് ഫുൾ സത്യം അറിയുന്നതിന് മുന്നേ ഈ പറയുന്ന കയറി ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നീതിയുമായി മുന്നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിയമമായി മുന്നോട്ട് പോകുമല്ലോ. അത് പോകാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വെറുതെ ഈ പറയുന്ന ആളാവാൻ നോക്കുന്ന കാര്യമാണ്.